കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് ഇഷാൻ പണ്ഡിതയെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത്. FC ഗോവയിലും അതുപോലെ തന്നെ ജംഷഡ്പൂർ FCയിലും പുറത്തെടുത്ത മികച്ച പ്രകടനം പണ്ഡിതയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താരത്തിന് ആവശ്യമായ പ്ലേയിങ് ടൈം ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ സബ്ബായാണ് ഇഷാൻ പണ്ഡിത് ആദ്യ മത്സരത്തിൽ ഇറങ്ങിയത്. അവസാന 15 മിനിറ്റിലാണ് താരം ഇറങ്ങിയത്. എന്നാൽ അവസാന 15 മിനിറ്റ് കൊണ്ട് 2 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം സ്കോർ ചെയ്തത്. മുംബൈ സിറ്റിക്കെതിരെയായിരുന്നു താരം ഇറങ്ങിയിരുന്നത്. ഇത് തൊട്ടടുത്ത 2 മത്സരങ്ങളായ പഞ്ചാബ് FCക്കെതിരെയും അതുപോലെ തന്നെ CISFനെതിരെയും താരം കളിച്ചിരുന്നില്ല. എന്നാൽ താരത്തിന് പരിക്കാണോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്ന ഒരു ചോദ്യം. എന്നാൽ താരത്തിന് പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. താരത്തിൻ്റെ കാലിന് ചെറിയൊരു ഉളുക്ക് സംഭവിച്ചിട്ടുണ്ട്. പരിശീലനത്തിനിടെയാണ് താരത്തിൻ്റെ കാലിന് ഉളുക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ വിശ്രമത്തിലാണ്. താരം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. താരം ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരികെ എത്തും. താരത്തെ ഉളുക്ക് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറക്കാതിരുന്നത്. അദ്ദേഹത്തെ ഇറക്കി കൂടുതൽ പരിക്കുകൾ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് കരുതി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഇറക്കാതിരുന്നത്. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ താരം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 100% ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സബ്ബായി ഉണ്ടാകും. ഏതായാലും ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ അദ്ദേഹം സൂപ്പർ സബ്ബായി ഇറങ്ങി 2 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. ആ ഇഷാൻ പണ്ഡിതയ്ക്ക് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം.